നല്ല ലഡ്ഡു പോലത്തെ പടം. അടിപിടിയില്ല, കത്തിക്കുത്തില്ല, പോലീസില്ല, ഗ്യാങ്സ്റ്റേഴ്സ് ഇല്ല, ബോംബേറില്ല, ചോരയില്ല, വയലൻസ് ഇല്ല, ഒന്നുമില്ല. പക്ഷേ ജോളിയായിട്ട് കാണാൻ പോയി ജോളിയായിട്ട് കണ്ടിറങ്ങാൻ പറ്റുന്ന ഒരു ഹോൾസം ഫാമിലി എൻ്റർടൈനർ. ശരിക്കും മുത്തു പോലത്തൊരു പടം. ഈ അടുത്ത കാലത്തൊന്നും ഇതുപോലൊരു പടം നമ്മളെ മനസ്സ് നിറയിക്കുന്ന, അല്ലെ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഭയങ്കര സുഖമുള്ളൊരു പടം വേറെ വന്നിട്ടില്ല. ഒരു ഇൻഡസ്ട്രിയിലും ഞാനത് കണ്ടിട്ടില്ല. സിനിമ വിശ്വനാഥ് ആർട്ട് സൺസ്. ശരിക്കും ആ പോസ്റ്ററിലും ട്രെയിലറിലും ഒക്കെ കാണുന്നത് പോലെ തന്നെ സൂര്യയും മമിത ബൈജുവാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിൻറ്റ്സ്. ഭയങ്കര രസമായിട്ട്, ഭയങ്കര സുന്ദരമായിട്ട്, ഭയങ്കര സ്വീറ്റായിട്ടുള്ള ഒരു സിനിമ. എടുത്തു പറയേണ്ടത് സൂര്യയാണ്. കാരണം ഇങ്ങനൊരു പടം കഴിഞ്ഞൊരു 10 വർഷത്തിൽ ഇറക്കിയിരുന്നെങ്കിൽ പുള്ളിക്കാരൻ ഇത്രയൊരു ഫോളോ ഔട്ട് ഉണ്ടാവില്ലായിരുന്നു. എല്ലാ ഫാമിലിക്കും ധൈര്യമായിട്ട് പോയി കാണാൻ പറ്റുന്നൊരു സിനിമ. ഇതിൽ സൂപ്പർ സ്റ്റാർ സൂര്യയുണ്ട്, പെർഫോമർ സൂര്യയുണ്ട്, ആക്ടർ സൂര്യയുണ്ട്. പുള്ളി കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ഒരു രസമാണ്. ശരിക്കും എനിക്ക് കറുപ്പിനേക്കാൾ ഈ പടം ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് എടുത്തു പറയുന്ന ഒരു കാരണം എന്ന് വെച്ചാൽ ഫസ്റ്റ് ഹാഫിലൊരു കോമഡി ഉണ്ട്, അത് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം. പക്ഷെ അതിലൊരു സൂപ്പർ സ്റ്റാർ തയ്യാറായി എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര രസമുള്ള കാര്യമാണ്. രണ്ടാമത് മനിതയാണ്. ശരിക്കും ഒരു നൂല് വണ്ണത്തിലായിരുന്നു. ഒന്ന് അങ്ങോട്ട് പോയാൽ പുള്ളിക്കാരി കമ്പനി ടോൾ മെറ്റീരിയൽ ആയനെ. പക്ഷേ അതെന്ത് ഗംഭീരമായിട്ട് ആ ഒരു ഏജ് ഗ്യാപ്പോ ആ ഒരു പെർഫോമൻസിൻ്റെ പ്രശ്നങ്ങളോ ഒന്നുമില്ലാതെ ഭയങ്കര ക്യൂട്ടായിട്ട് ജീവിച്ചിട്ടുണ്ട്. മൂന്നാമത് എടുത്തു പറയേണ്ട ഒരാൾ രാധിക ശരത് കുമാറാണ്. പുള്ളിക്കാരി അഴിഞ്ഞാടിയ പടമാണ് ഈ സിനിമ. അത് കോമഡിയിലാവട്ടെ, സെൻറ്റിമെൻസിലാവട്ടെ, പെർഫോമൻസിലാവട്ടെ ഗംഭീരമായിട്ട് പണിയെടുത്ത് അവർ ആ പടം അവരുടേതാക്കി മാറ്റി അവർ. ലക്കി ഭാസ്കർ കുറച്ചുകൂടെ ത്രില്ലർ ഷേപ്പായിരുന്നു ഉണ്ടായിരുന്നതെങ്കിലും വെങ്കേട്ടിലൊരു ഇത് കംപ്ലീറ്റ് ഫാമിലി ഒരു എൻ്റർടൈനർ. അതായത് നമുക്ക് ഒരുപാട് പൊട്ടിച്ചിരിക്കാനുള്ള, ഒരുപാട് സന്തോഷം തരുന്ന മൊമെൻറ്റുകളുള്ള, കുറച്ച് കരയിപ്പിക്കുന്ന, ഒരുപാട് ചിരിപ്പിക്കുന്ന, അതായത് ഫസ്റ്റ് ഹാഫിലോ സെക്കൻഡ് ഹാഫിലോ ഒരിക്കലും നിങ്ങൾക്കൊരു ടെൻഷൻ അടിച്ച് അടുത്ത് എന്ത് സംഭവിക്കും ഇങ്ങനെ ഒന്നും വേണ്ട. കൂളായിട്ട് തിയേറ്ററിൽ ഫാമിലി ആയിട്ട് ധൈര്യമായിട്ട് പോയി കാണാൻ പറ്റുന്ന സിനിമ. ശരിക്കും ഭയങ്കര സന്തോഷമുണ്ട്. വേണമെങ്കിൽ എത്ര തവണ വരെ നമുക്ക് ആ സിനിമ കാണാം, നമുക്ക് ബോറടിക്കില്ല. എല്ലാവരും പോയി കാണും.